ഹായ്, ടിപ്സ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്, തിരിച്ചു പോകുന്നതിന്റെ രണ്ടാമത്തെ ദിവസം. നമ്മൾ ഇന്നലെ ലഡാക്ക് ഇന്നലെ നമ്മൾ തീരുമാനിച്ചത് ശ്രീനഗറിന് ലഡാക്ക് വഴി ഡൽഹി അങ്ങനെ പോകാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ ഓക്സിജന്റെ ഒരു ഇതില്ലോണ്ട് നമ്മൾ തിരിച്ചാണ്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ശ്രീനഗറിലോട്ട് തിരിച്ചു വന്നു. ഇന്നലെ രാത്രി ശ്രീനഗറിലോട്ടേക്ക് തന്നെ വന്നു. എന്നിട്ട് ഒരു റൂം എടുത്തിട്ട് ഇവിടെ തന്നെ കിടന്നുറങ്ങി ഒന്ന് ഫ്രഷ് ആയി. ഡ്രസ്സൊന്നും ആരും വലിയ ചേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ എത്ര ദിവസമായി ഇറങ്ങിയിട്ട്? കുറേ ദിവസമായി ഇറങ്ങിയിട്ട്. അപ്പം ഡ്രസ്സിൻ്റെ ഏകദേശം അലക്കാനുള്ള പണ്ടത്തിലോട്ടേക്ക് മാറി. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഡൽഹിയിലോട്ടാണ്. അതിന് മുന്നേ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, അത് നമ്മൾ ഡ്രോപ്പ് ചെയ്തു. കാരണം വെച്ചാൽ നമ്മൾ തുളുക്കാട് നമ്മളൊരു പ്ലാനിൽ ഉണ്ടായതാണ്. പിന്നെ അതുപോലെ തന്നെ അമൃത്സറിൽ പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു, അതും ഡ്രോപ്പ് ചെയ്തു. ഇല്ല, അത് നമുക്ക് ലേറ്റ് ആവും, 8 മണി കഴിയും എത്താൻ വേണ്ടിയിട്ട്. ചുമ പിടിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇനി നമ്മൾ ഡൽഹിയിലോട്ട് ഇനിയിപ്പോൾ നമ്മൾ ഡൽഹിയിലോട്ട് പോവാണ്. അപ്പം മാപ്പൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ നമ്മൾ പോകുന്ന വഴിക്കാണ്. ഉമ്മ ഇന്നലെ പോയി വന്നിട്ട് എങ്ങനെയുണ്ട്? ആലി എല്ലാവരും അതേ ഡ്രസ്സിലാണ്. റസി, യാത്ര എങ്ങനെയുണ്ട് ഇന്നലത്തെ? ഇന്ന് ശ്രീനഗറിൽ അത്യാവശ്യം ചൂടുണ്ടല്ലോ. 18 എങ്ങനെ ഉണ്ടെന്ന് റസി നോക്കിയിട്ട് പറഞ്ഞു. രാവിലെ ഞാൻ 18 റസി. അപ്പം 20ആയി. അപ്പം ഇന്ന് അത്യാവശ്യം ചൂടുണ്ട്. നമ്മളെല്ലാം കൊണ്ട് 2 ദിവസം നല്ലൊരു ക്ലൈമറ്റ് ആണ്. അപ്പൊ ഇനി നമുക്ക് യാത്രാവിശേഷങ്ങൾ പോകുമ്പോൾ കാണാം അല്ലെ. രാവിലെ തന്നെ വീഡിയോ എടുക്കാനൊന്നുമില്ല. ഓർമ്മത്തിന്റെ ഏതാ സമയം? നമ്മള് 4:20 പുലർച്ചക്ക് എത്തുന്ന പറയുന്നത്. പക്ഷെ എന്തായാലും ലേറ്റ് ആവും. നമ്മൾ നിർത്തിയിട്ടേ പോകത്തുള്ളൂ. 15 മണിക്കൂറുണ്ട്. അപ്പൊ നമുക്ക് നമുക്ക് വിശേഷങ്ങൾ പറയാം. ഒരു ദീർഘ യാത്രയാണ് നമുക്ക്. പിന്നെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇറങ്ങാലോ. അതെ, നമ്മൾ പോകുന്ന വിശേഷങ്ങൾ ഇവിടെ കാണിച്ചു കൊടുക്കാം. ഓക്കെ. അങ്ങനെ ദേ ഇവിടുന്ന് ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. നാട്ടിലോട്ടേക്ക് വരിക കേട്ടോ, ഡൽഹിയിലോട്ടേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ, ഡൽഹിയിലാണ് നമ്മുടെ ബാക്കി യാത്രാ പ്ലാൻ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ വരുന്ന സമയത്ത് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഓവർ ചൂടൊന്നും ഇല്ല, എന്നാൽ തണുപ്പ് എന്ന് പറയാനും പറ്റില്ല. ആ ഒരു മീഡിയം ടൈപ്പിൽ നിൽക്കുമായിരുന്നു. ഇതിൻ്റെ സൈഡിലൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്താ പറയുക, നമ്മുടെ നാട് പോലെ തന്നെ നല്ല ഒരു പച്ചപ്പൊക്കെ ആണെങ്കിൽ തന്നെ പക്ഷെ ഒരു വൃത്തിയുള്ള മരങ്ങളായിരുന്നു കേട്ടോ. ഞാൻ മുമ്പ് വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ട്. കാണാൻ എന്തോ ഒരു അടുക്കി വെച്ച പോലെ തോന്നുക എന്ന് പറയുന്നില്ലേ, അതുപോലെയായിരുന്നു. അതുപോലെ ഹൈവേക്ക് അടിപൊളിയായിരുന്നു. എന്താ പറയുക, നമുക്ക് യാത്രാസുഖം തരുന്ന റോഡുകൾ തന്നെയായിരുന്നു കേട്ടോ ജമ്മു കാശ്മീരിൽ. പിന്നെ ഇതിനകത്ത് ഈ ഒരു ഭാഗങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങളും പോവും, ഒരു ദിവസം എന്തായാലും പോവും, എനിക്കറിയാം ഇൻഷാ അല്ലാ. പക്ഷെ അതിനു മുമ്പേ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഭാവിയിൽ പറയാലോ, അസിയുടെ വീഡിയോ കൂടെ ഞാൻ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയാലോ. അതുകൊണ്ടാണ് ഞാൻ മുഴുവനായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത് വരുന്ന മാറ്റങ്ങളൊക്കെ വീഡിയോ എടുത്ത് ഞങ്ങളെയും കൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ ഇവിടുത്തെ കാശ്മീരിലെ ഒരു രീതി എന്താ പറയുക, ഇവിടുത്തെ വീടുകൾ കണ്ടോ നിങ്ങൾ? നമ്മുടെ നാട്ടിൽ ഇഷ്ടിക കൊണ്ട് വീട് പണിയുമല്ലോ, അതുപോലെയുള്ള വീടുകളാണ്. പക്ഷെ ഇതൊരു കുഞ്ഞ് ഇഷ്ടിക കേട്ടോ. ഉമ്മയെ ഞാനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഉമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഈ ഒരു ഇഷ്ടിക കൊണ്ട് ഇവർ എത്ര നാളെടുക്കും ഈ വീടൊന്ന് പണിഞ്ഞു തീർക്കാനെന്ന്. കാരണം അത്രയും ചെറിയ ഇഷ്ടികളായിരുന്നു. ആ വീടിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഭയങ്കര ഭംഗിയുള്ള സ്ട്രക്ചർ തന്നെയായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. നമ്മളിത് പോകുന്ന സമയത്ത്, അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ വന്ദേ ഭാരത് പോയത്, ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതിനെക്കുറിച്ചൊക്കെ അത്യാവശ്യം അറിഞ്ഞു വെച്ചതാണ്. പിന്നെ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുക്കാൻ എനിക്ക് ഇപ്പോഴാണ് പറ്റിയത്. നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് കിട്ടിയ ഫസ്റ്റ് ടോൾ പ്ലാസ കേട്ടോ ഇത്. ഇവിടെ എത്തുന്നതിന് മുമ്പേ നമ്മൾ ഫാസ്ടാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 2 ടൗൺ മുമ്പേ നമ്മൾ ഫാസ്ടാഗ് എടുത്തിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായില്ല. കാരണം എന്ന് വെച്ചാൽ മോൻ ഇച്ചിരി ഒരു അസ്വസ്ഥതയൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ചെറുതായിട്ട് മറ്റുള്ളവർക്കൊക്കെ കോൾഡ് ഉണ്ടായത് കാരണം അവനും അത് വന്നതിൻ്റെ ഒരു ചെറിയ കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ലേ. പിന്നെ എല്ലാ ടോളിനടുത്തും നമുക്ക് ഇതുപോലുള്ള ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റും. സാധനങ്ങൾ ഇങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങളായിട്ട്, കൂടുതലും ബെഡ്ഷീറ്റ്, അതുപോലെ വണ്ടിയിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റുമേ. അവിടെ നമ്മൾ ആ ഒരു ടോൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ വരുന്നത് ഒരു വലിയൊരു ടണലാണ്. അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് ഞാൻ റമിക്കാട് വെറുതെ ഒന്ന് ചോദിച്ചു, റമിക്ക നിങ്ങളുടെ മൈക്ക് കയ്യിൽ തന്നെ ഉണ്ടല്ലോ? കാരണം ഞാൻ നോക്കിയപ്പോൾ ടീഷർട്ട് കണ്ടില്ലേ. അപ്പോൾ ആളെന്നോട് പറഞ്ഞ്, മൈക്ക് നീ എൻ്റെ അടുത്ത് തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളവിടുന്ന് വീഡിയോ റെക്കോർഡ് ചെയ്തല്ലേ, അപ്പം ഉണ്ടായിരുന്നു നമ്മൾ ഇൻട്രോ ഉണ്ടല്ലോ അതെടുത്ത സമയത്ത് കേട്ടോ.
പിന്നെയുള്ള റമിക്കാൻ്റെ ഒരു ടെൻഷനൊന്നും പറയണ്ടായിരുന്നു. കാരണം അത്യാവശ്യം റേറ്റ് വരുന്ന ഒരു സാധനമാണല്ലോ ഈ മൈക്ക് എന്ന് പറയുന്നത്. അത് ഉപേക്ഷിച്ചിട്ട് വരാനും പറ്റില്ല. കാരണം എൻ്റെ ഇൻ്റർവ്യൂ ചാനലിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് അതിനകത്ത് മസ്റ്റായിട്ട് ഈ മൈക്ക് ആവശ്യമാണ്. നമ്മളെ ഫാമിലി വ്ളോഗ് ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി മുഴുവനായിട്ട് അരിച്ച് പെറുക്കി, എവിടെയും കണ്ടില്ല. പിന്നെ തിരിച്ചിട്ട് അങ്ങോട്ടേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ നോക്കിയ സമയത്ത് ഒരു 40 മേലെ കിലോമീറ്റർ അങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത് നോക്കിയപ്പോൾ. പക്ഷേ നമ്മൾ ടോളിലോട്ടേക്കാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, അവരെ വിളിച്ചു. നമ്മൾ ഫാസ്ടാഗ് എടുത്തവരെ വിളിച്ചപ്പോൾ അവിടെ മൈക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടാ. എനിക്കൊക്കെ അപ്പോഴത്തേക്ക് നല്ല തലവേദനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ടെൻഷൻ കൊണ്ട്. 90 കിലോമീറ്റർ ഓടിയിട്ട് മേടിച്ച ഗുളികയായത്. തലവേദന കുറച്ച് മാറി, ഇനി കുറച്ച് ചായ കുടിച്ചാൽ പോകും. എവിടെയെങ്കിലും പക്കടോ ബാക്കി കിലോമീറ്റർ ഓടായി. ഞാനിങ്ങനെ ചോദിക്കണ്ടായിരുന്നു എങ്ങോട്ട് ഇറങ്ങിക്കാൻ പോകുന്നത്. അതൊക്കെ വീഡിയോയിലുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ആ സമയത്ത് വോയിസ് റെക്കോർഡ് ആയില്ല കേട്ടാ. തലവേദനയ്ക്ക് ഗുളിക വാങ്ങാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അതാട്ടോ ഇപ്പോൾ പറയുന്നത് കേട്ടത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പിന്നെ വലിയൊരു ബ്ലോക്കായിരുന്നു. ആ ബ്ലോക്കിൻ്റെ കാരണം അത് ഈ പോകുന്ന റൈറ്റ് സൈഡിലൂടെ പോകുന്ന വണ്ടികൾ കണ്ടോ, അത് മുഴുവൻ ഒരു വണ്ടി വിടാതെ മുഴുവനായിട്ടുള്ള വണ്ടി നമ്മുടെ പട്ടാളക്കാരുടെ വണ്ടികളായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാർ, ജമ്മുവിലാണ് ട്രെയിനിങ് എന്നൊക്കെ പറയുന്നത് കേൾക്കാറില്ലേ. അപ്പോൾ ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാരെ അവരുടെ ട്രെയിനിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരുപാട് പേര് റോഡ് സൈഡിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളെന്ന് തന്നെ പറയാം. അപ്പോൾ അവരെ കൊണ്ടുപോകാനും ഇറക്കാനൊക്കെയുള്ള വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി വഴി മാറി കൊടുക്കുന്നതാണ് നമ്മൾക്ക് ഈ കാണുന്നത്. അപ്പുറത്തെ റോഡിലും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. മൊത്തത്തിൽ അവർക്ക് വേണ്ടി മാത്രം, എന്താ പറയുക, നമ്മൾ അവർക്ക് കൊടുക്കുന്നൊരു ബഹുമാനം എന്നറിയില്ലേ, അതാണ് ഈ കാണുന്നത്. അങ്ങനെ ആ മുഴുവൻ വണ്ടികൾ പോയിട്ട് മാത്രമേ നമുക്ക് അവിടുന്ന് നീങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടവർക്ക് മനസ്സിലാവും എനിക്ക് ഇവരോട് പ്രത്യേക സ്നേഹവും ബഹുമാനവും ഒക്കെ ആട്ടോ. ഒന്നുമില്ലെങ്കിൽ അവരവിടെ ഉറങ്ങാതിരിക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ സമാധാനത്തോടെ ഉറങ്ങുന്നത് എന്ന് പറയുന്നത് കേൾക്കാറില്ലേ. അപ്പോൾ അതാണ് എൻ്റെ മൈൻഡിൽ എപ്പോഴും അവരെ കാണുമ്പോൾ വരുന്നത്. ഏകദേശം ഒരു 3/4 മണിക്കൂറിനടുത്ത് നമ്മൾ ആ ബ്ലോക്കിലുണ്ടായിരുന്നു കേട്ടോ. അത്രയും നേരം ആ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്രയും ആൾക്കാർ അവിടെ ഉണ്ടല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്ന സമയത്ത് ഒന്ന് നിർത്തി ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഴുവനായിട്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇത്ര ചെറിയ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ഷോർട്സ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടായിരിക്കും റമിക്ക് എന്നെ ഈ യാത്രയിൽ ഇത്ര ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളതെന്ന്. അതുവരെ യാത്ര ചെയ്യുമ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉള്ളത് കാരണം റമിക്കാൻ്റെ ഉമ്മ ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിന്നായിരുന്നു. പക്ഷേ ഈ യാത്രയിൽ ഞാൻ എന്തായാലും നിർബന്ധമായിട്ടും പോകണമെന്ന് അവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഉമ്മാൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും എന്താ പറയുക പരിഗണിക്കാതെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പോകാൻ വേണ്ടി ഉമ്മ ഈ യാത്രയിൽ വന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ദൂരം എത്തിയപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിന് കാരണം എന്ന് വെച്ചാൽ നമുക്ക് പറ്റിയൊരു ഏരിയ നോക്കിയിട്ടാണ് നമ്മളെപ്പോഴും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെക്കൻഡ് ഡേയിൽ വിശേഷങ്ങൾ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഇത്രയും ഇന്നൊരു അത്യാവശ്യം ഒരു മോശം ഡേ പോലെ ഉണ്ട്. ഒരു എന്താ പറയുക, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എന്തോ ഒരു പോലീസ് പിടിച്ചു, ഒരു ടെൻഷനും കാര്യങ്ങളെല്ലാം, പിന്നെ ഒരുപാട് ടെൻഷൻ, പിന്നെ അതുപോലെ തന്നെ മൈക്ക് മിസ്സായി. അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് കയറിയിട്ടുള്ളത്. അതുകൊണ്ട് മൊത്തം ഇന്ന് എന്തോ ഒരു സുഖമില്ലാത്ത ദിവസം പോലെയാണ് അല്ലേ. നമ്മളെ നാട് വിട്ട് കഴിഞ്ഞാല് ഇങ്ങോട്ട് കാശ്മീരിലോട്ടേക്ക് വന്നു കഴിഞ്ഞാല് റൈസ് എല്ലാം ഉണ്ടെങ്കിലും മറ്റേ ഒരു നല്ല ഫുഡൊന്നും കിട്ടാനില്ല. ഇവിടെ ആകെ കിട്ടുന്നത് റൊട്ടി. ചില സ്ഥലങ്ങളിൽ നല്ലതുണ്ട്, പക്ഷെ നമുക്ക് കിട്ടിയതിനകത്ത് ഈ റൊട്ടിയും അതിന്റെ കറിയും കഴിക്കാൻ മാത്രമേ നല്ലത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം റൊട്ടിയും ദാലും. കുട്ടികളൊക്കെ ഇവിടെ നല്ല കളിയാണ്. നമ്മൾ ഇനിയിപ്പോ അടുത്ത ഭക്ഷണം കഴിക്കട്ടെ അല്ലേ? അടുത്ത ഭക്ഷണം കഴിക്കട്ടെ. ഇതെന്താ ചിക്കൻ കടായി, ചിക്കൻ കടായും റൊട്ടിയും നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാവല്ലേ. അപ്പം നമ്മളെ വേറൊരു സംഭവം കൂടെ വന്നിട്ടുണ്ട്, ദാൽ ഫ്രൈയും കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ ചൂടോട് കൂടിയിട്ടുള്ളത് എല്ലാവരും ഇവിടുന്ന് കഴിക്കാം. ഹസ്ബൻഡ് ആസ്വദിച്ച് കഴിക്കുകയാണ്. എങ്ങനെയുണ്ട് ചിക്കൻ? അടിപൊളിയല്ലേ? ഇത് നമ്മളെ റൊട്ടി. ഉച്ചക്കത്തെ ഭക്ഷണം നമ്മൾ വൈകുന്നേരം കഴിക്കും. നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട കിട്ടുമോ നോക്കി അടക്കുന്നേ. കിട്ടിയ ഭക്ഷണം അങ്ങ് കഴിച്ചോളാം. നമ്മൾ പുറത്തുനിന്ന് ഏകദേശം അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. കഴിച്ചു നോക്ക്.
ആദു അപ്പം വാങ്ങ അത് തിന്നുന്ന എങ്ങനെയുണ്ടമ്മ? അടിപൊളിയാ? അടിപൊളിയാവും. അപ്പൊ ഒന്ന് കഴിച്ചു നോക്കണ്ടേ? അപ്പൊ നമ്മളെ ചായ കൂടി കഴിഞ്ഞു. ഇപ്പൊ നമ്മളിങ്ങനെ ചായ അല്ല, ഫുഡ് തന്നെ അല്ലേ, ഫുഡ് അടി കഴിഞ്ഞ് ഇനി ഇപ്പൊ നമ്മൾ പോവുകയാണ്, തിരിച്ചു പോവുകയാണ്. നമുക്കൊരു ചെറിയൊരു ഫൈൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. വണ്ടിക്ക് ഫൈൻ കിട്ടിയത് വേറെ ഒന്നുമല്ല, ഇതിൻ്റെ മഡ്ഗാർഡ് ഒന്ന് ചെറുതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ടയർ മുഴുവനായിട്ട് പുറത്തോട്ടേക്ക് ഇങ്ങനെ, മുഴുവനായിട്ടല്ല ഇച്ചിരി ഒന്ന് പുറത്തോട്ടേക്ക് തള്ളി വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഫൈനാണ്. ജമ്മുവിലോട്ടൊക്കെ ഈ മോഡിഫിക്കേഷൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അവർ നോക്കുന്നുണ്ട്. എന്തോ താറ് കൊണ്ട് തന്നെ മോഡിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് എന്തോ ഒരു അപകടം നടന്ന സമയമായിരുന്നുകൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ എന്നിരുന്നാലും അവർ ചലാനൊക്കെ മുറിച്ചിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. അല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ, അധികം പിന്നെ കാണിക്കാം. അപ്പോൾ അവിടുന്ന് നമ്മളിങ്ങോട്ടേക്ക് യാത്ര തുടങ്ങി. അവിടുന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് യാത്ര തുടങ്ങിയ സമയത്ത് പിന്നെ റെസി ആയിരുന്നു വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. റെമിക്കും റെസിയും മാറി മാറി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. നമ്മൾ ചില ദിവസങ്ങളിൽ റൂം എടുക്കാതെ സ്റ്റേ ഒന്നും ചെയ്യാതെ കണ്ടിന്യൂ വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് നാട്ടിലെത്തുക എന്നുള്ളത് കാരണം വെച്ചാൽ അത്യാവശ്യം നമ്മുടെ ഡ്രസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അലക്കുന്ന രീതിയിലോട്ടേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ യാത്രയിൽ ഞാൻ വണ്ടി അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഡ്രൈവ് ചെയ്തിട്ടേ ഇല്ല. റെമിക്ക് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ആ ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല, താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ കുഞ്ഞിനെ കയ്യിൽ വെച്ചിരിക്കുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അത്യാവശ്യം ഡ്രൈവ് ചെയ്യാൻ നമുക്കൊക്കെ ധൈര്യമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്, അങ്ങനെ പ്രശ്നമൊന്നുള്ള ഏരിയ അല്ല. പിന്നെ ഒരു ചുരം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ വാഹനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് സാധനങ്ങൾ കൊണ്ടുവന്ന വാഹനങ്ങളായിരിക്കാം. പിന്നെ ഈ ഒരു സമയത്തോട്ടേക്ക് ഏകദേശം ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ ചുരത്തിലോട്ടേക്ക് എത്തുന്ന സമയത്ത്. ഈ ഒരു സമയം തൊട്ട് പിന്നെ ബ്ലോക്ക് തുടങ്ങി. അതിൻ്റെ കാരണക്കാർ ഇവരാണ് കേട്ടോ. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ കൂട്ടത്തോടെ ആടുകളെ മേയിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ബെന്യാമിൻ്റെ കഥയിൽ കേട്ട ആട്ടിടയനുണ്ടല്ലോ, അവരെ പോലെയായിരുന്നു എനിക്ക് ഇവരെ കാണുമ്പോൾ ഉണ്ടായിരുന്നത്. എന്താ പറയുക, കാണുമ്പോൾ സങ്കടം വരുന്നുണ്ട് കേട്ടോ ഈ ആടിൻ്റെ കൂടെയുള്ള ആൾക്കാരെ. ആടുകൾ മാത്രമായിരുന്നില്ല ഇതിനകത്തുണ്ടായിരുന്നത്, കുതിരകളെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു, പശുക്കളെ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഇത്രയധികം കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ആടുകളായിരുന്നു കേട്ടോ. അതിനകത്ത് നമ്മൾ ഈ പുതപ്പിന് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആടുകളുണ്ടല്ലോ, ചെമ്മരിയാടല്ല, വേറൊരു ടൈപ്പ് ഒരാട്. പിന്നെ അതല്ലാതെ വലിയ കൊമ്പൊക്കെ ആയിട്ട് അതിങ്ങനെ മടഞ്ഞു വെച്ചിരിക്കുന്ന പോലത്തെ കൊമ്പായിട്ടുള്ള ആടുകളും ഇതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ. ഇതൊക്കെ എന്തിനുപയോഗിക്കുന്നു എന്ന് എനിക്കറിയില്ല. ഇവരെ കൊണ്ടുപോകുന്ന നമ്മൾ കമ്പിളി അതുപോലുള്ള സാധനങ്ങൾക്ക് എടുക്കുന്നുണ്ടെന്ന് അറിയാം, വോളിനൊക്കെ വേണ്ടി എടുക്കുന്നുണ്ടെന്ന് അറിയാം. അതിൻ്റെ ഇടയിൽ മറ്റേ ടൈപ്പ്, അത് ചിലപ്പോൾ ഇറച്ചിക്കായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു 7 മണി സമയമായിട്ടും ഇവർ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ അടിച്ചിട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ചിലത് കാണുമ്പോൾ പാവം തോന്നും. പിന്നെ അവരുടെ അവസ്ഥ ഈ കിലോമീറ്ററുകൾ നടന്നിട്ടാട്ടോ ഈ ആട്ടിനെ കൊണ്ടുവരുന്നത് അവർ. നിങ്ങൾക്ക് ഇതിനെ കാണുമ്പോൾ ചെമ്മരിയാടിനെ പോലെ തോന്നും, പക്ഷെ ഇത് ചെമ്മരിയാടല്ല കേട്ടോ. കാരണം നിങ്ങൾ അവരുടെ വാല് ശ്രദ്ധിച്ചാൽ മതി, ഒരുപാട് നീളമുള്ള വാല് ഇങ്ങനെ താഴ്ത്തിയിട്ടിട്ട് നടക്കുന്നത് കാണാം. നമ്മൾ പൊതുവെ ആടുകൾ അങ്ങനെയല്ലല്ലോ. പിന്നെ ഇത്രയധികം ആടുകളെ ഹാൻഡിൽ ചെയ്യാൻ 1-2 ആളുകൾ മാത്രമേ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവരെ എഫേർട്ട് സമ്മതിച്ചു കൊടുക്കണം. ഇത്രയും ഇതിനെ കിലോമീറ്ററുകൾ നടന്നിട്ടൊക്കെ കൊണ്ടുപോകുന്നത്. ഈ ആടുകൾ എന്തുകൊണ്ടോ നമ്മുടെ വണ്ടിയുടെ ചുറ്റും എത്തിയ സമയത്ത് ഒറ്റ നിപ്പങ്ങ് നിന്നു കേട്ടോ. പിന്നെ മുമ്പോട്ടേക്ക് പോകുന്നേ ഉണ്ടായിരുന്നില്ല. നമ്മളൊന്ന് ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴാണ് ഒന്ന് മൂവ് ചെയ്തിട്ട് അവർ. അങ്ങനെ നമ്മൾ അവിടുന്ന് ആ ബ്ലോക്കൊക്കെ ഒന്ന് ഒഴിവായിട്ട് ഒന്ന് സമാധാനത്തിൽ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുകയാണ്. രാത്രിക്കുള്ള കാഴ്ചകൾ പിന്നെ ഞാൻ അധികം ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ പഞ്ചാബിലെത്തില്ല. ഇന്ന് സെക്കൻഡ് തേർഡ് ഡേ, സെക്കൻഡ് തേർഡ് എല്ലാം ഒന്നിലാണ്. വേറെ ഒന്നല്ല, ട്രാവലിംഗ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പം ഡൽഹിയിൽ എത്തണമെന്നുണ്ട്. ഡൽഹിയിൽ എത്താൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ എത്ര കിലോമീറ്റർ ഉണ്ടോ, 350 കിലോമീറ്റർ കൂടെ ഇനി ബാലൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടാണുള്ളത്. ഹോട്ടൽ റൂം നോക്കിയപ്പോൾ എവിടെയും രാവിലെ കിട്ടുന്നില്ല അല്ലേ. പിന്നെ 12 മണിക്കാണ് ചെക്ക് ഇൻ എന്നൊക്കെയാണ് കാണിക്കുന്നത്. അതെ, എല്ലാവരും നല്ല ടയേർഡാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പെട്രോൾ പമ്പ് കിട്ടിയപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സിറ്റിങ്ങിനുള്ള ഒരു ഇതും നല്ല അടിപൊളി വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇപ്പം നിലവിലില്ല, നമ്മളിപ്പോൾ ഉള്ളത് ലുധിയാനയിലേക്ക് പോകുന്ന വഴി, അതായത് NH44 ലുധിയാനയിലേക്ക് പോകുന്ന വഴി പഞ്ചാബിലാണ് ഇപ്പോൾ ഉള്ളത്. പഞ്ചാബിലെ ലൊക്കേഷൻ ഒന്നും എനിക്കറിയില്ല. ഇനി അങ്ങോട്ടേക്ക് വണ്ടി റെസി എടുക്കട്ടെ. എനിക്ക് ഇത്രയായാലും രാത്രി മൊത്തം ഉറങ്ങാണ്ട് എടുത്തുകൊണ്ട് റെസി എടുക്കട്ടെ വിചാരിച്ചു. അവിടെ റെസി കുറച്ചു നേരം കിടന്നൊന്ന് ഉറങ്ങുന്നുണ്ട്. മക്കളെല്ലാം ഉള്ളതുകൊണ്ട് ഉറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പുറകിലുള്ള മക്കൾ അവിടുന്ന് കളിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ ഭയങ്കര ഹാപ്പി. ഞാൻ അവരൊന്ന് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഇവിടെ ഒരു എന്താ പറയുക, പ്ലേ ഗ്രൗണ്ട് പോലെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്.
കളിക്കാൻ നല്ല സ്ഥലം കിട്ടി. രാവിലെ ആയതുകൊണ്ട് വെയിലിന് അങ്ങനെ ചൂടൊന്നുമില്ല, അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് കളിക്കുന്നുണ്ട്. ഇത് പഞ്ചാബിലൊരു പെട്രോൾ പമ്പാട്ടെ കാണുന്നത്. ഇവിടെ നല്ല അടിപൊളി വാഷ്റൂം ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ നാട്ടിലില്ലാത്തൊരു സെറ്റപ്പും കൂടെ അവിടെ ഉണ്ട്. എന്താ മെയിൽ ഫീമെയിൽ അല്ലാണ്ട് നാട്ടിലെല്ലാവരും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മളൊരു മലയോര മേഖലയിലൊന്നും കാണാത്തൊരു സെറ്റപ്പ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. എന്നാ ഇപ്പോൾ പരിപാടി? ബിസ്ക്കറ്റ് എടുത്ത് തിന്നിട്ട് പോകുന്നതാണ് കാണുന്നത്. ഇടയ്ക്ക് ക്ഷീണം വരുമ്പോൾ ബിസ്ക്കറ്റ് തിന്നിട്ട് അങ്ങ് ഓടും. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ബാത്റൂം എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ബാത്റൂം തന്നെയായിരുന്നു. നമുക്ക് യാത്രയിൽ മിക്കപ്പോഴും ഇതുപോലുള്ള പെട്രോൾ പമ്പിലെ വാഷ്റൂമിനെയാണ് നമ്മൾ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളിയായിട്ടുണ്ടായിരുന്നത് ഈ പെട്രോൾ പമ്പിൽ കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലധികം കാണാത്തത്. ജെൻറൽ ന്യൂട്രലായിട്ടുള്ള ബാത്റൂം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാന്നുള്ള രീതിക്ക്. അത് നമ്മുടെ നാട്ടിലൊക്കെ വരുവാണെങ്കിൽ ഈ ട്രാൻസ് പോലുള്ള ആൾക്കാരൊക്കെ ഒരു പേടിയില്ലാതെ ബാത്റൂം യൂസ് ചെയ്യാൻ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടാണ് കണ്ടപ്പം. പിന്നെ ഇതിൻ്റെ അകത്തോട്ടേക്ക് പോകുന്ന സമയത്ത് ഇതുപോലെ എന്താ പറയുക, നമുക്ക് ബ്രഷ് ചെയ്യാനും മറ്റും സൗകര്യത്തിന് നല്ല വലിയൊരു മിററൊക്കെ കൊടുത്തിട്ട് തന്നെ ഒരു ഏരിയ അവർ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് മാത്രം 2 ബാത്റൂമാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ. ഇത് ലേഡീസിൻ്റെ മാത്രമാണ്, ജെൻസിൻ്റെയും ന്യൂട്രലിനും സെപ്പറേറ്റ് ഇതുപോലെ തന്നെ വേറെയും ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പെട്രോൾ പമ്പിലെ വാഷ്റൂം കാണുന്നത്. എനിക്ക് അത്ഭുതം തോന്നി, അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഇതെടുത്തത്. അങ്ങനെ ഇതേ നമ്മളിവിടുന്ന് ഏകദേശം ഒരു 1.5-2 മണിക്കൂറായി നമ്മളിവിടുന്ന് പോകാമെന്നിരിക്കുകയാണ്. റെമിക്ക ഡ്രൈവിംഗ് സീറ്റ് റെസിക്ക് ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. റെസി എന്നെ വെയിറ്റ് ചെയ്ത് കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുക. നൈറ്റ് റൂം എടുക്കാത്തതുകൊണ്ട് തന്നെ പിന്നെ അവിടെ നിന്ന് വിട്ടപ്പോൾ ഞാനും റെമിക്കൊക്കെ അത്യാവശ്യം ഉറങ്ങിയിട്ടാ. റെസിയായിരുന്നു വണ്ടി ഓടിക്കുന്നത്. രാത്രി പിന്നെ റെസിൻ്റെ അടുത്ത് വണ്ടി വാങ്ങിയിട്ട് റെമിക്കായിരുന്നു ഓടിച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ വരെ. പിന്നെ അങ്ങോട്ടേക്ക് മാറി. അങ്ങനെ അതിങ്ങനെ സ്റ്റിയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കളിക്കുകയാണ് കേട്ടോ. ജമ്മു വിട്ടത് പിന്നെ നമുക്കങ്ങനെ നോൺ വെജിൻ്റെ ഷോപ്പുകൾ കിട്ടിയിട്ടേ ഇല്ല കേട്ടോ. മുഴുവൻ വെജിറ്റേറിയൻ ആയിരുന്നു. അത്യാവശ്യം നല്ല പൈസ ഉണ്ടായിരുന്നു. വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജിൻ്റെ അതേ ഇതിനകത്ത് പൈസയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്നാലും നോക്കാമെന്നുള്ള രീതിക്ക് നമ്മൾ ഒരുപാട് നോക്കി മുമ്പോട്ടേക്ക് വന്നപ്പോഴാണ് ഇവിടെ ഒരു ഷോപ്പ് കണ്ടത്. പിന്നെ രക്ഷയില്ല, എല്ലാവർക്കും നല്ല വിശപ്പ് തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു അടിപൊളി പാടം കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതുപോലെയുള്ള ഒരുപാട് പാടങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പം ശ്രീനഗറിൽ നിന്ന് നാട്ടിലോട്ട് പോകുന്ന വഴിക്ക് ലുധിയാന കഴിഞ്ഞു. ഇപ്പം ഡൽഹിയിലോട്ട് പോകുന്ന വഴി, ഡൽഹിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഇപ്പം 200 കിലോമീറ്റർ അങ്ങനത്തെ സംതിങ് ബാലൻസ് ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു മനോഹരമായ ഒരു കാഴ്ച. ഇതിവിടുത്തെ ചോളത്തിൻ്റെ തോട്ടാണ്. ഏക്കർ കണക്കിനുണ്ട്. ഇത് എത്തി നോക്കാൻ പറ്റുന്നില്ല. എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു. എവിടെ? അതാ കണ്ടില്ലേ, ഏക്കർ കണക്കിനുണ്ട് ഇത് ഇവിടെ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ഇപ്പോൾ ഇവിടെ. അന്നേരമാണ്. ഇത് മാത്രമല്ല, ഇവിടെ ഒരുപാട് സൂര്യകാന്തിയുടെ തോട്ടവും അങ്ങനെയൊക്കെ എന്തൊക്കെയല്ലോ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ കാറ്റാണ്, തണുത്ത കാറ്റ്. പിന്നെ അത്യാവശ്യത്തിന് ഉറക്കും. എന്നാൽ നല്ല ഡ്രൈവ് ചെയ്താ രാത്രി. ഇപ്പം അനിയനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇനി ഡൽഹിയിൽ എത്തിയിട്ട്, അതായത് നമ്മളിപ്പോൾ നിർത്തി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലെത്തിൽ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ രാത്രി മാക്സിമം ഒന്ന് ഡ്രൈവ് ചെയ്ത് പിടിക്കാൻ നോക്കും. എന്നിട്ട് പകൽ എവിടെയെങ്കിലും കാണാൻ നോക്കും. പിന്നെ എന്തെങ്കിലും റെസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ റെസ്റ്റ് ചെയ്യും. ഭക്ഷണം കഴിക്കാൻ ബാ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ സെർവ് ചെയ്യുന്ന രീതി. ഇങ്ങനെ പ്ലേറ്റ് കൊണ്ട് തരും. ദാൽ ഇതാ, നമ്മളിന്ന് യെല്ലോ ദാലാന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് യെല്ലോ ദാല്, പിന്നെ ഉള്ളി ഉണ്ടാവും, അങ്ങനെ കുറച്ച് ഐറ്റംസ്. ഈ യെല്ലോ ദാലെന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റിച്ചിട്ടാ. ചെറുപയർ കറിയായിരുന്നു. എന്നിട്ട് നമ്മൾ വേറൊരു ഐറ്റം അവിടെ ഓർഡർ ചെയ്ത് അവിടുന്ന് സെയിം കറി കൊണ്ട് തന്ന് അവർ ആ ഐറ്റത്തിൻ്റെ പേര് പറഞ്ഞിട്ടാ. അങ്ങനെ കുറച്ച് പറ്റിക്കലൊക്കെ ഉണ്ട് ഇങ്ങോട്ടൊക്കെ. പിന്നെ വേറെ വഴിയില്ല, നമ്മുടെ നാടല്ലല്ലോ, ഉള്ളത് കഴിച്ചിട്ട് പോകാമെന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. പിന്നെ ഈ വീഡിയോ ഞാൻ ഒരുപാടൊന്നും ലെങ്ത് ആക്കുന്നില്ല. എല്ലാ വീഡിയോസും ഇനി 1-2 വീഡിയോസ് മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ഞാൻ അടുത്ത പാർട്ടുകളായിട്ട് ഇടാം കേട്ടോ. പിന്നെ നിങ്ങളെന്നോട് സ്റ്റോറി ചോദിച്ചിട്ടുണ്ട്. സ്റ്റോറി ഞാൻ പറയാം. എനിക്ക് ഇച്ചിരി ടൈം വേണം, ഞാനത് മുമ്പേയും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോസിലൂടെയൊക്കെ ഞാനൊന്ന് തിരിച്ചു വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കത്
എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ എൻ്റെ ഫേസ് കാണുമ്പോൾ മനസ്സിലായി എന്ന് വരില്ല. കാരണം ഞാനിത് ആരുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുന്ന കൂട്ടത്തിലല്ല. എൻ്റെ വിഷമങ്ങൾ ഞാൻ എൻ്റെ റൂമിനുള്ളിൽ റംഖാൻ്റെ മുമ്പിൽ മക്കളെ മുമ്പിൽ മാത്രം കാണിക്കുന്ന ഒരു വ്യക്തിയാട്ടോ ഞാൻ. ഒരുപാടൊന്നും നീട്ടാതെ തന്നെ ഞാൻ നിങ്ങളോട് എൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ഉടനെ കാണാം. അതുവരേക്കും ബൈ.